നമസ്കാരം. നേരത്തെ നമ്മുടെ പറഞ്ഞ പോലെ നമുക്കൊരു കാലഘട്ടമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അനുഭവിച്ചത് അത് പ്രവാസികളായിരുന്നു. എവിടെയാണ് നാട്? കണ്ണൂരിലാണ്. കണ്ണൂരിലെവിടെ? ഇങ്ങനെ പറഞ്ഞ ഒരു കാലത്തിൽ നിന്നും ഞാൻ സിറ്റിക്കാരനാണ് എന്ന് പറയാനുള്ള തിരിച്ചറിവ് കിട്ടിയത് ഞാൻ എന്റെ നാട് 1000-ലധികം വർഷം പഴക്കമുള്ള ഒരു പൈതൃകത്തിന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന ഒരു നാടാണെന്നും ഈ നാട് കേരളത്തിലെ ഒരു പ്രദേശത്തിനും അവകാശപ്പെടാൻ സാധ്യമല്ലാത്ത ചരിത്രവും പോരാട്ടവും പിന്തുടർച്ചയുമുള്ള നാടാണെന്നും ഓരോ സിറ്റിക്കാരനും തിരിച്ചറിവ് കിട്ടിയത് മുതലാണ്. ആ തിരിച്ചറിവിന്റെ തുടർച്ച ഈ സദസ്സ് അത് ഇപ്പൊ പിന്നെ ഡോക്ടർമാർ കണ്ടിട്ടില്ല. പോകുന്ന വഴിക്ക് കാണുന്നത് തുറന്നു വെച്ച കടകളെക്കാൾ കൂടുതൽ അടച്ചിട്ട കടകളാണ്. ഓരോ അടച്ചിട്ട കടകളുടെ നിരപ്പലയുടെ പിറകിൽ 1000 വർഷത്തെ 200 വർഷത്തെ 500 വർഷത്തെ ചരിത്രമുണ്ട്. അതാണ് നമ്മൾ തോന്നിയെടുക്കേണ്ടത്. കാരണം ഞാനടക്കം ഒരു കൂട്ടായ്മയുടെ തലപ്പത്താണ്. കണ്ണൂർ സിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാല് രാവിലെ ഫ്ലൈറ്റ് മുട്ടാപ്പാട് ഗ്രൂപ്പിൽ കൊണ്ടുവന്നുണ്ടോ, വൈകുന്നേരം വരെ അത് തന്നെയാണ്. അതിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഈ തുടക്കം. ഇനി അങ്ങോട്ട് കണ്ണൂരിന്റെ 500-1000 വർഷമുള്ള ചരിത്രം ചെയ്യാനുള്ള ഒരു വഴിയായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇതിന്റെ പിന്നാലെ പോയപ്പോൾ കിട്ടിയ ഒരു അറിവാണ് കണ്ണൂർ സിറ്റിയിൽ ഇൻഷിങ്ങാന്റെ പള്ളിപ്പോൾ 4 റോഡിൽ പോകുന്നത്. അതിൽ 3 റോഡ് വളഞ്ഞു. ഒരു റോഡാണ് വരവരച്ച പോലെ, അത് കക്കാടേക്ക് പോകുന്ന റോഡാണ്. സിറ്റിയിൽ തുടങ്ങി കക്കാട് വരെ ഒരൊറ്റ വഴി. സിറ്റിയിൽ നിന്ന് ഈ തുറമുഖത്തിൽ നിന്ന് കണ്ണൂരിന്റെയും കാസർഗോഡിന്റെ പല ഭാഗത്തേക്കും ഈ പുഴ വഴി നദിയിലൂടെ സാധനങ്ങൾ ചരക്ക് നീക്കത്തിന് വേണ്ടി ഉണ്ടാക്കിയ വഴിയാണെന്നാണ് ഈയിടെ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ആ ചരിത്രത്തിലേക്കുള്ള ചെറിയ ചുവടുവെപ്പായിരിക്കണം. അതായത് ഒരു വലിയ ചുവടുവെപ്പിന് മുന്നോടിയായിട്ടില്ല, ചെറിയൊരു ചുവടുവെപ്പായിട്ട് നമ്മുടെ സാഹിർഖാന്റെയും ജലീൽ ബാദുഷയുടെയും ഒക്കെ ഉദ്യമം വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നലകളിലൂടെ കണ്ണൂർ സിറ്റിയുടെ ഇന്നലകളിൽ സഞ്ചരിക്കുന്ന ഒരു കൂട്ടായ്മ നമ്മുടെ ഹനീഫ കുരുക്കളത്തിന് ഹനീഫാന്റെ കണ്ണൂർ സിറ്റിയുടെ ഇന്നലകൾ എന്ന പുസ്തകം വളരെ ഗൗരവത്തോടെ പ്രകാശനം ചെയ്ത ഒരു കൂട്ടായ്മയുടെ തലവൻ എന്ന നിലയ്ക്ക് കണ്ണൂർ സിറ്റിയുടെ ഇന്നലകളിൽ അഭിനയിക്കുന്ന അന്തീഖാന്റെ പേരിലും അതുപോലെ തന്നെ കോയിക്കാന്റെ പേരിലും അവാർഡുകളും മെമന്റോകളും ട്രോഫികളും ധാരാളമായി കൊടുത്തു വരുന്ന ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് സന്തോഷമുണ്ട്. സിറ്റി സ്നേഹദിനത്തിന്റെയും ഞങ്ങളുടെ വനിതാ കൂട്ടായ്മയായ പിരിശക്കൂട്ടത്തിന്റെയും അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. ജയ് ഹിന്ദ്.